ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ടൈം പാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അത് ഇന്ന് നല്ലൊരു മഞ്ഞുള്ള ദിവസമാണ്. അപ്പോൾ മഞ്ഞുള്ള ദിവസമായതുകൊണ്ട് നമ്മുടെ കാറൊക്കെ ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ എണീക്കാൻ വൈകിയത് കൊണ്ടും എന്താ പറയുക, സൂര്യനതിന് മുമ്പ് വന്നതുകൊണ്ടും ഇത്രയും മഞ്ഞൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മഞ്ഞുള്ള സമയത്ത് നമുക്ക് എങ്ങനെ നമ്മുടെ വണ്ടി എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് അതിനെ കെയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്കറിയാവുന്ന പോലെ കാണിക്കുന്നത്. അതിന് നമ്മൾ വണ്ടി അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അൺലോക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന ടൂൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം അടിച്ചുവാരിയാണ് ഗൈസ്. അടിച്ചുവാരി അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൂട്ടിൽ കുറച്ച് ഒരു സാധനം ഇട്ടുണ്ട്. നമ്മുടെ കൈ നനയാതെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ടൂൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നതെന്നുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ നമ്മൾ ബൂട്ട് തുറക്കുന്ന സമയത്തേ ബൂട്ടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ മഞ്ഞ് ഇത് പോകാനായിട്ട് വളരെ ചാൻസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് എടുത്തുന്നുള്ളൂ. അധികം പവറിൽ വരാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ തുറന്നിട്ട് നമ്മൾ ബൂട്ടിൽ ജുഗുണ്ട് കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിത് ഇങ്ങനെ ഒരു ടൂൾ, ഇത് നമുക്കെല്ലാം പൗണ്ട്ലാൻഡിൽ നിന്നും സ്ഥലങ്ങളിൽ നമുക്ക് വളരെ ചീപ്പായിട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ഹോൾഡർ ഉണ്ട്. നമുക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ ഇടാം. കൈ ഇങ്ങനെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ അതെടുത്തിട്ടുണ്ട്. ഈ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കടകളിലും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. നമുക്ക് എന്താ പറയുക, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ വീഴാണ്ട് നോക്കണം. വീഴാണ്ട് നോക്കിയിട്ട് നമുക്ക് എന്താ ഇങ്ങനെ കണ്ടോ, ഇതൊരു ഈസി ടൂളാണ്. നമുക്കതുകൊണ്ട് ഇങ്ങനെ ഒക്കെ ഇങ്ങനെ കളയണം ഗൈസ്. അത്രയും മഞ്ഞാണ് ഗൈസ്. ഇത് നമുക്ക് വളരെ ഉപകാരം കേട്ടോ. കാരണം നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ കൈമയ്ക്ക് ഐസ് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ടൂള് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും ഗൈസ് നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട്. നമ്മുടെ കൈമ തണുപ്പടിക്കാത്ത രീതിയിൽ നമുക്കിതിങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ലൈറ്റ് കുറേയൊക്കെ നമുക്കിങ്ങനെ പൊട്ടിപ്പോകും. ബാക്കിയത്തെ അതെ നല്ല രീതിയിൽ നമ്മൾ ഈ സൈഡ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഡോറ് തുറക്കുന്ന വശങ്ങൾ നമുക്ക് ക്ലീൻ ആക്കണം. അപ്പോൾ നമ്മൾ റൂഫ് ഫുള്ള് ക്ലീൻ ആക്കിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഡോറ് തുറക്കണ വശം അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഡോറ് തുറക്കണ സമയത്തോ ഇതിലേക്ക് നമുക്കിങ്ങനെ വെള്ളം വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മളത് കാണില്ല. നമ്മൾ ചിലപ്പോൾ ഈ സ്നോയിൻ്റെ ഉള്ളിലിരുന്ന് നമ്മുടെ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ക്ലോത്ത് മെറ്റീരിയലാണ് സീറ്റ് എന്നുണ്ടെങ്കിൽ അത് നനയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാം ഗൈസ്. പിന്നെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ കളയുന്ന ഈ മഞ്ഞുണ്ടല്ലോ, ഈ സ്നോ ഒരിക്കലും നമ്മുടെ ഈ ടയർ പോകുന്ന വഴിയുണ്ടല്ലോ ആ വഴിയിലധികം വീഴാൻ പാടില്ല. കാരണം അത് സ്കിഡ് ആവാനുള്ള അതിന് സ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി കുറച്ച് അകലത്തിലേക്ക് മാറ്റിക്കളയണം. കണ്ടോ, നമ്മൾ ഇത്രയും ക്ലീൻ ചെയ്തപ്പോൾ ഗ്ലാസ് മേലത്തെ ആ ഒരു ഏരിയ പൊട്ടിപ്പോന്നു. അതായത് സ്നോയുടെ അത് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കളയാം, കുഴപ്പമൊന്നുമില്ല. അതെ, പിന്നെ ഇവിടെ ചെയ്യുമ്പോൾ നമ്മുടെ വൈപ്പർ നമ്മൾ ഒന്ന് ടേക്ക് കെയർ ചെയ്യണം. ഇത് നമ്മൾ ഒറ്റ പീസാണ്, ഇത് ഇങ്ങനെ കളയാൻ പോകണം ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഈ വീല് പോകുന്ന ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ പരമാവധി നമ്മൾ ഈ ക്ലീൻ ആക്കുന്ന സ്നോ ഇടാതിരിക്കാനായിട്ട് നോക്കണം.
പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അടിച്ചുവാരി പോയി. അപ്പം അത് ബൂട്ട് തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ വിട്ട് ഇങ്ങനെ പോയി ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ വീല് വരുന്ന പാസ് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ പാസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ സ്നോ എടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിടുക. കാരണം ഇപ്പോൾ നമ്മുടെ വണ്ടി കിടക്കുന്നത് ഒരു ചെരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ വീല് ഈ സ്നോയിൽ കയറണമെങ്കിൽ അത് എന്താ പറയുക സ്ലൈഡ് ചെയ്ത് അങ്ങോട്ട് പോകും, നമുക്ക് ബ്രേക്ക് ചെയ്താലൊന്നും കിട്ടില്ല. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ വീലിൻ്റെ അടിയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മാറ്റാം. ഈ വീല് ഫസ്റ്റ് വരുന്ന വഴിയിലുള്ള ഈ സ്നോയും കൂടി ഒന്ന് മാറ്റുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് നിങ്ങളുടെ വണ്ടി ഇപ്പോൾ ഒരു ചെരുവിലൊക്കെയാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ അത് മാറ്റുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറ്റാണ്. അപ്പോൾ നമ്മുടെ ഈ വീലിൻ്റെ അവിടെയും കുറച്ച് കണ്ട വീല് വീഴുന്ന ആ വഴിയിൽ സ്നോ ഉണ്ട്. അപ്പോൾ നമ്മളതും കൂടി ഒന്ന് കുറച്ച് അങ്ങോട്ട് മാറ്റാണ്. അപ്പോൾ നമ്മുടെ ഈ രണ്ട് വീലും ബാക്ക് വീലും രണ്ടും ക്ലിയർ ആണ്, അത് സ്മൂത്തായിട്ട് ഇങ്ങോട്ട് കടന്നു പോരും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ സ്ലൈഡ് ചെയ്ത് താഴേക്കാണ്ട് ഇറങ്ങിപ്പോയി നേരെ ഇടിക്കും. കാരണം വണ്ടി ഒരു ചെരുവിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇനി വളരെ എസെൻഷ്യലായിട്ട് നമുക്ക് കാണിക്കേണ്ട രണ്ട് സാധനങ്ങളാണ്, കുറച്ച് സാധനങ്ങളാണ് കാണിക്കുന്നത്. ഒന്ന് നമ്മൾ ആദ്യം കാണിച്ച പോലെ ഈ ക്ലീനർ അതായത് നമുക്ക് കണ്ടോ ഈ കൈ തണുക്കാതിരിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് നമ്മളിതിങ്ങനെ പിടിച്ചിങ്ങനെ കണ്ട ഇങ്ങനെ പിടിച്ച് നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കൈമ ഈ തണുപ്പടിക്കില്ല. അത് ആദ്യത്തെ ഒരു ടൂളാണ്. രണ്ടാമത് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യമാണ് ഈ ഡി ഐസർ എന്ന് പറയുന്നത്. അതായത് ഇതൊരു സ്പ്രേ നമ്മുടെ ഷേവിങ് ക്രീം പോലത്തെയൊക്കെയാണ്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ സ്നോ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഐസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ നമുക്ക് വെള്ളം ഒഴിച്ചാലൊന്നും പോകില്ല. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഷേക്ക് ചെയ്ത് നന്നായിട്ട് അടിച്ചിട്ട് വൈപ്പർ ഉപയോഗിച്ചാൽ നമുക്കത് പോകും. അപ്പോൾ ഇത് വളരെ അത്യാവശ്യമായൊരു സംഭവമാണ്. നമുക്കിത് 1 പൗണ്ട് തൊട്ട് നമുക്ക് എല്ലാ ഷോപ്പുകളിലും നമുക്കിത് വാങ്ങാൻ കിട്ടും. ഡി ഐസർ എന്നാണ് പേര്. പല ബ്രാൻഡിൻ്റെ പല പേരിൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു സംഭവമാണ് നമുക്ക് വേണ്ടത് ആൻറ്റി ഫ്രീസ് കൂളൻ്റ്. അതായത് നമ്മുടെ എൻജിൻ പെട്ടെന്ന് സ്റ്റാർട്ട് ആവാൻ എല്ലാത്തിനും നമുക്ക് ആൻറ്റി ഫ്രീസ് കൂളൻ്റ്, നമ്മുടെ കൂളൻ്റ് ആൻറ്റി ഫ്രീസ് ആണോ എന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം നമ്മുടെ വിൻ്റർ ടൈം തുടങ്ങുമ്പോൾ. രണ്ടാമത്തെ വളരെ ആവശ്യമുള്ള സാധനം സ്ക്രീൻ വാഷ്. ഇതും എന്തായിരിക്കണം നമ്മുടെ ആൻറ്റി ഫ്രീസ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ അത് കട്ട പിടിച്ചിരിക്കും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആൻറ്റി ഫ്രീസ്, സ്ക്രീൻ വാഷ് വേണം, ആൻറ്റി ഫ്രീസ് കൂളൻ്റ് വേണം, പിന്നെ ഡി ഐസർ, പിന്നെ സ്ക്രേപ്പ് ചെയ്യാനുള്ള മെറ്റൽ. ഇത് എന്തായാലും നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ് വിൻ്റർ ടൈമിൽ ഒരു കാർ കെയറിന്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതിലും കൂടുതൽ സാധനങ്ങൾ ആവശ്യമുള്ളതുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി അത് ഉപകാരപ്രദമാകും. ബാക്കി എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കയറിയാൽ എപ്പോഴും നമ്മുടെ ഗ്ലാസ് വാം ചെയ്യാനുള്ളത് ഓണാക്കിയിടുക. ബാക്കും ഫ്രണ്ടും രണ്ടും ഗ്ലാസിൻ്റെ അത് ഓണാക്കിയിടുക. പിന്നെ ജസ്റ്റ് വണ്ണിലിടുക, ഹീറ്റിങ്ങിലിടുക. പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിതിന് പോകുമ്പോൾ റോട്ടിൽ നിറച്ച് ബ്ലാക്ക് ഐസും കൂടി ഉണ്ടാകും. നമുക്കത് കാണാൻ പറ്റില്ല. ഇപ്പോൾ വണ്ടികളൊക്കെ പോയി, നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, വണ്ടികളൊക്കെ പോയി അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് റോഡ്. പക്ഷേ ആ ടയർ പോകുന്ന പാടുണ്ടല്ലോ, അതൊഴികെ ബാക്കി സ്ഥലത്ത് ഐസ് ഉണ്ട്. നമുക്കത് കാണാൻ പറ്റില്ല. കാരണം റോഡിൻ്റെ ടാറിൻ്റെ കളറിൽ തന്നെയാണ് ആ സംഭവം കാണുന്നത്. നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിൽ കൂടെ നമ്മൾ സ്പീഡ് കൂടുതൽ പോയ വണ്ടി സ്കിഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ വണ്ടി പോയിരിക്കുന്ന ആ പാടി കൂടെ മാക്സിമം പോവുക. പിന്നെ വലിയ ഇറക്കവും കൂടുതൽ സ്നോയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ലോ ഗിയറിൽ പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ കുറേ ആൾക്കാർ നമുക്കിവിടെ എന്താ പറയുക നമ്മുടെ വിൻ്റർ ടയറൊക്കെ ഉപയോഗിക്കും. പക്ഷേ വിൻ്റർ ടയർ ഇപ്പോൾ UK ഒരു കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയും ഇപ്പോൾ വിൻ്റർ ടയർ അങ്ങനെ മാറ്റേണ്ട കാര്യം. കാരണം നമുക്കങ്ങനെ കൂടുതൽ ടൈമിൽ നമുക്കങ്ങനെ ഇത് സ്നോഫോളും കാര്യങ്ങളും ഇല്ല. അപ്പോൾ നമുക്ക് വിൻ്റർ ടയർ ആവശ്യം ഇല്ല. ഇറ്റ്സ് നോട്ട് എ മാൻഡാറ്ററി, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ മസ്റ്റ്. നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നോർമൽ ഇത് മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്ത കാര്യം, നമ്മൾ വിൻ്റർ ടയർ മാറിയില്ലെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ടയറിന് അത്യാവശ്യം നല്ല ത്രെഡും കാര്യങ്ങളും ഉണ്ടെന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള ടയർ ആയിരിക്കണം നമ്മളത് മേക്ക് ഷുവർ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവർക്കും കൂടി അത് ഉപകാരപ്രദമാവുമല്ലോ. അതായത് ബാക്കിയുള്ളവരും കൂടി നല്ല രീതിയിൽ ഉപകാരപ്പെടും. അതായത് എന്താ പറയുക, നമുക്ക് കൂടുതൽ കെയറും കാര്യങ്ങളും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ബാക്കി എക്സ്ട്രാ ടിപ്സും കാര്യങ്ങളും അറിയാവുന്നവരൊന്ന് ഷെയർ ചെയ്തോളൂ, ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ താങ്ക് യു.